ക്രമീകരണത്തിലെ പാളിച്ച കാരണം ഇന്ന് ശബരിമലയിൽ ഉണ്ടായത് അതീവ ഗുരുതരമായ സ്ഥിതി. നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് തീർത്ഥാടകർ എത്തിയതോടെ കാര്യങ്ങൾ ഒരു വേള കൈവിട്ടുപോയി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഭയാനകമായ ആശങ്കയുടെ സാഹചര്യം ഒഴിഞ്ഞത്. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഭക്തരെത്തിയതും ശബരിമലയിലെ ക്രമീകരണങ്ങൾ പൂർണ്ണതോതിലാകാത്തതുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. പമ്പയിലും നിലയ്ക്കലിലും സമാന സാഹചര്യമായിരുന്നു. ഭയവും ആശങ്കയും സൃഷ്ടിക്കുന്ന മണിക്കൂറുകളാണ് ഇന്ന് ശബരിമലയിൽ ഉണ്ടായത്. ശബരിമലയിൽ മാത്രമല്ല, പമ്പയിലും നിലയ്ക്കലുമൊക്കെ സ്ഥിതി വ്യത്യസ്തമായില്ല. ശബരിമലയിൽ 18-ാം പടിക്ക് താഴെയും ശരംകുത്തിയിലും മരക്കൂട്ടത്തുമൊക്കെ മണിക്കൂറുകളോളം ആളുകൾ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സ്ഥിതിയായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെ ഒരു തീർത്ഥാടക പ്രവാഹം. സീസൺ തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ 2 ആഴ്ചയെങ്കിലും വലിയ തോതിൽ ഭക്തർ അങ്ങനെ വരാത്തതാണ്. ആ സമയം കൊണ്ടാണ് മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ പൂർത്തിയാക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി വലിയ തോതിൽ ജനങ്ങൾ വരുന്ന ഒരു സാഹചര്യം. 2 ദിവസം കൊണ്ട് ഏതാണ്ട് 2.25 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ശബരിമല ദർശനത്തിന് എത്തി. ഇതിൽ PRD പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണെങ്കിൽ 2,96,000 വൈകിട്ട് വരെ ഉള്ളത്. പക്ഷേ പോലീസ് തന്നെ പറയുന്നത് മറ്റ് വഴികളിലൂടെ ദർശനത്തിന് എത്തിയ തീർത്ഥാടകരുണ്ട്. അതെല്ലാം ചേർക്കുമ്പോൾ ഏതാണ്ട് 2.25 ലക്ഷത്തിനടുത്ത് ആളുകൾ ഉണ്ടാകും എന്നതാണ് ആശങ്കയുടെ ആദ്യ നിമിഷങ്ങളിൽ ഈ സ്ഥിതി ഭയപ്പെടുത്തുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞത്. ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ 2ാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. സന്നിധാനത്ത് പോലീസും ഒരു കൂട്ടം അയ്യപ്പ ഭക്തന്മാരും ചേർന്ന് മനുഷ്യമതിൽ നിർമ്മിച്ചാണ് ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചത്. ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. തിരമാല പോലെ ആടി ഉലയുന്ന ജനക്കൂട്ടം, അതിനിടയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ, ഇതെല്ലാം തന്നെ കണ്ടുനിന്നവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നതായി. ശബരിമല വന്നിട്ട് ഇത്രയും മോശമായിട്ട് ശബരിമലയിൽ വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ പമ്പയിൽ 2 മണിക്കൂർ മറ്റേ ടോക്കൺ ക്ലിയർ ചെയ്യാൻ നിർത്തി. 4 മണിക്ക് പമ്പയെ വന്നാണ്. സാധാരണ 4 മണിക്ക് പമ്പയെ വന്നാൽ 11 മണിയാകുമ്പോഴേക്കും ദർശനം കഴിഞ്ഞിറങ്ങാനാണ്. 11 മണിയാകുമ്പോഴേക്കും ഈ നേരമായിട്ടും 18-ാം പടി കയറാൻ പറ്റില്ല. മാളിയപ്പുറത്തേക്ക് ഇതിലേക്ക് എത്തി വിട്ട് 18-ാം പടി കയറാൻ പറ്റും. ഇവിടെ വന്നപ്പോ ആർക്കും അറിയില്ല ഏതിക്കോടെ 18-ാം പടി. ഞങ്ങൾക്ക് ഇനി എവിടെയും പോകണ്ടെന്ന് അറിയാൻ പാടില്ല. ಸ್ವಾಮಿ ಬಹಳ ಕಷ್ಟ ಆಯ್ತದೆ ಜನಗಳಿಗೆ. ಮತ್ತೆ ಯಾವುದೇ ವ್ಯವಸ್ಥೆಗಳಿಲ್ಲ. ಮೊದಲು ಇಲ್ಲಿ ತುಂಬಾ ವ್ಯವಸ್ಥೆಗಳಿಲ್ಲ ಸ್ವಾಮಿ. ತುಂಬಾ ಕಷ್ಟ ಆಯ್ತದೆ. ಎಷ್ಟೋ ಜನ ದರ್ಶನ ಮಾಡನೆ ಹೋಯ್ತಿದ್ದಾರೆ. 1000 ಕಿಲೋಮೀಟರ್ ಬಂದು ವಾಪಸ್ ಹೋಯ್ತಿದ್ದಾರೆ ಸ್ವಾಮಿ. ದರ್ಶನ ಮಾಡ್ತಾ ಇಲ್ಲ ಯಾರು. ಕರ್ನಾಟಕದಿಂದಾಗ್ಲಿ ಹೊರಗಡೆಯಿಂದಾಗ್ಲಿ ದಯವಿಟ್ಟು ಈ ಕ್ಷಣಕ್ಕೆ ಯಾರೂ ಬರೋದು ಬೇಡ. ಕಾರಣ ಏನು ಅಂದ್ರೆ ನಮ್ಮ ಕಣ್ಣು ಮುಂದೆ 4 ಜನ ಮಕ್ಕಳು ಸತ್ತೋದ್ರು ಸ್ವಾಮಿ. ಕಣ್ಣು ಮುಂದೆ ಉಳ್ಸಕ್ಕಾಗಿಲ್ಲ. ವಯಸ್ಸಾದವರು 4 ಜನ ವಾಪಸ್ ಕಳ್ಸಿದ್ವಿ. ನಾವು ಅಲ್ಲಿಂದ ಹೋಗ್ಬಿಟ್ಟು ವಾಪಸ್ ಬಂದ್ವಿ ಸ್ವಾಮಿ. ಕಣ್ಣಲ್ಲಿ ನೀರು ಬಂತು. All other fellows are being allowed. There is a complete mismanagement and there is a disaster waiting to happen. Please take immediate action. ഇപ്പോൾ തന്നെ എനിക്ക് ആശങ്ക മാറി. ഇപ്പോൾ കണ്ടപ്പോൾ കുറച്ച് പേരാകുമ്പോഴത്തേക്ക് തുറന്നു വിടുന്നു. ഇവിടെ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. എല്ലാവർക്കും 18-ാം പടി കയറുകയും ചെയ്യാം. നമ്മുടെ ഉദ്ദേശം എന്താണ്? ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതല്ല. അറിഞ്ഞ ആളുകൾക്ക് എങ്ങനെയെങ്കിലും 18-ാം പടി ഒന്ന് കയറ്റി ഇറക്കുക എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കൈവിട്ടുപോയ അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാനാണ്. ADGP S. ശ്രീജിത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകി. കേന്ദ്ര സേനകൾ ഇതുവരെ സന്നിധാനത്തേക്ക് എത്തിയിട്ടില്ല. ശബരിമല സീസൺ തുടങ്ങുമ്പോൾ തന്നെ NDRF-ഉം അതോടെ തന്നെ RAF-ഉം ഇവിടേക്ക് വരുന്നതാണ്. പക്ഷേ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ യാത്രയുടെ ഷെഡ്യൂളിൽ മാറ്റം വന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായിരുന്നാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിനും ഒപ്പം തന്നെ ഒരു കൂട്ടം അയ്യപ്പന്മാരുടെ സഹായം, അവരുടെ സേവനം കൊണ്ടും സാധിച്ചു എന്നത് ആശ്വാസകരമായി. ബുക്കിങ്ങിന് നമ്മൾ അവസരം കൊടുത്തിട്ടുള്ള ബുക്കിങ്ങിനുള്ള സംവിധാനം ഉപയോഗിക്കാതെ ഇഷ്ടംപോലെ കയറി വരുന്ന രീതി അത് പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ചെറിയ കൺഫ്യൂഷൻസ് ആണ്. ആ കൺഫ്യൂഷൻസ് മുഴുവൻ മാറിയിട്ടുണ്ട്. ഇനി പിന്നെ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവര് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സ്ലോട്ട് ഒഴിവാകുന്നവരെ കാത്തു നിൽക്കാൻ തയ്യാറായിട്ടേ വരാൻ പാടുള്ളൂ. ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് കർശനമായ നിർദ്ദേശമാണ്. നിലയ്ക്കലാണ് കൂടുതൽ. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാ കൗണ്ടറും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ എന്താ പറയാ, ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള നന്മയും സേവന നന്മതയും മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അവരോട്
ചിലപ്പോൾ ഇത്തിരി കർക്കശത്തോടുകൂടി പറയുന്നുണ്ടെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി അവർക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ബലപ്രയോഗം ഇവിടെ ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിലും ശബരിമലയിൽ തിരക്ക് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പമ്പയിലേക്ക് ആളുകൾ കൂടുതൽ എത്താതിരിക്കാനുള്ള ക്രമീകരണം, അത് നിലയ്ക്കലിൽ കൂടുതൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നീങ്ങുന്നത്. 4 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലയ്ക്കലിൽ തുടങ്ങുക, പമ്പയിലേക്ക് ആളുകൾ എത്താതിരിക്കുകയും അവരെ ആദ്യം നിലയ്ക്കലിൽ കൂടുതൽ സമയം തങ്ങാൻ അവസരമൊരുക്കുകയും അവിടെ നിന്ന് വിശ്രമത്തിന് ശേഷം അവരുടെ സമയമാകുമ്പോൾ മാത്രം ദർശനത്തിന് വേണ്ടി പമ്പയിലേക്ക് കടത്തിവിടുകയും ചെയ്യുക എന്ന രീതിയിലേക്ക് പോകാനാണ് ആലോചിക്കുന്നത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 സന്നിധാനം. ശബരിമല ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് 20,000 നിജപ്പെടുത്തും. കൂടുതലായി എത്തുന്ന ഭക്തർക്ക് തൊട്ടടുത്ത ദിവസം ദർശനത്തിന് സൗകര്യമൊരുക്കും. നിലയ്ക്കലിൽ പുതുതായി 7 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാനും തീരുമാനിച്ചു. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്, അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. ആകെ കൂടെ 1 ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത്. കുറച്ച് ഒരുപക്ഷെ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം. അത് നിയന്ത്രിക്കും. 20,000 സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി 70ഉം 20ഉം 90,000 ആളുകൾ കോട്ടെ ഒരു 10 പേരും അങ്ങനെ 1 ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും. ശബരിമലയിലെ മുന്നൊരുക്കം തടസ്സപ്പെടാൻ കാരണമായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്. ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാൻ ദേവസ്വം മന്ത്രിക്ക് അനുമതി കിട്ടിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അനുമതി നിഷേധിച്ചത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും വിലങ്ങുതടിയായി എന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട്. അവസാന ഘട്ട ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട യോഗം വിളിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചില്ല എന്നാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഈ അവസാനഘട്ട ഒരുക്കങ്ങളുടെ ഭാഗമായി മന്ത്രി വി.എൻ. വാസവൻ ശബരിമലയിൽ പോകാനും അവിടെ വെച്ച് യോഗം വിളിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്താനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടി. എന്നാൽ കമ്മീഷൻ അനുമതി നൽകിയില്ല. മാത്രമല്ല മന്ത്രിക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ വിലക്കും ഏർപ്പെടുത്തി. അതുകൂടിയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ കാരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സർക്കാരിന് കൂടി നാണക്കേടാകുന്ന തരത്തിലുള്ള വലിയ തിരക്കാണ് ശബരിമലയിൽ ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മുന്നൊരുക്കങ്ങൾ വേണ്ടവിധം നടന്നില്ല എന്ന് പറഞ്ഞ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സ്വാഭാവികമായും സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടയിലാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ തുടക്കം തന്നെ ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ പാളുന്നത്. അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മുന്നൊരുക്കങ്ങൾ വേണ്ടവിധം നടന്നില്ല എന്ന വിമർശനവുമായി കുറ്റപ്പെടുത്തലുമായി വരുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെയും ബാധിക്കും. ഏതായാലും എത്രയും വേഗം തിരക്ക് നിയന്ത്രിച്ച് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന കാര്യമാണ് സർക്കാരും ദേവസ്വം ബോർഡും ആലോചിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി പല യോഗങ്ങൾ വിളിക്കുന്നതിന് തടസ്സമെന്ന വാദം കൂടി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശബരിമലയിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുന്നൊരുക്കങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം തടസ്സമായെന്ന സർക്കാർ വാദം അപഹാസ്യമാണെന്നും സതീശൻ പറഞ്ഞു. ശബരിമലയിലെ തിരക്കിന് കാരണം സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിമർശിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായവരെ രക്ഷിക്കാനുള്ള തിരക്കിലാണ് സർക്കാരെന്നും വിമർശനം. ആരെങ്കിലും പഴിചാരി രക്ഷപ്പെടാതെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഭക്തർക്ക് സുഗമമായ ദർശനത്തിന് സൗകര്യമൊരുക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. തിരക്ക് കാരണം ശബരിമല ദർശനം ലഭിക്കാതെ നിരവധി തീർത്ഥാടകരാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നെയ്യഭിഷേകം നടത്തി മടങ്ങിയത്. ബംഗളൂരുവിൽ നിന്നും സേലത്തു നിന്നും എത്തിയവരാണ് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടും ദർശനം ലഭിക്കാത്ത സാഹചര്യത്തിൽ മടങ്ങിപ്പോയത്. ശനിയാഴ്ച തമിഴ്നാട്ടിൽ നിന്ന് സേലത്ത് നിന്നും കോയമ്പത്തൂർ അങ്ങനെ തമിഴ്നാട്ടിലെ പല ജില്ലകളിൽ നിന്ന് വന്ന അയ്യപ്പ ഭക്തരാണ് ഇവിടെ നിൽക്കുന്നത്. അവർ ശബരിമല പോയിട്ട് അവർക്ക് നിലയ്ക്കൽ നിന്ന് മുകളിലോട്ട് പോകാനുള്ള ബസ് സൗകര്യമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് കുറച്ച് ആൾക്കാർ പമ്പയിൽ വരെ പോയിട്ട് അവിടുത്തെ ആ ക്യൂവിൽ നിന്നിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് അവർ തിരിച്ചിവിടെ വന്നിട്ട് ഇവിടെ വലിയവയ്ക്കൽ ക്ഷേത്രത്തിൽ നെയ്യഭിഷേകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്ന് ആരോ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല.